ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ അധികം വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. പ്രതികൂലമായ കാലാവസ്ഥ, അതായത് മഴ കൂടിയിട്ട് ഉരുൾപൊട്ടലും ഒക്കെ ആയിട്ട് വയനാട്ടിൽ ഭയങ്കരമായ ഒരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കെല്ലാവർക്കും ആലോചിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അവിടുത്തെ ജനങ്ങൾ എത്രയോ പേരാണ് മരിച്ചത്, എത്രയോ പേരാണ് കാണാതായിരിക്കുന്നത്, എത്ര ആൾക്കാരാണ് സർവ്വതും നഷ്ടപ്പെട്ട വീടും ഉടുവസ്ത്രമല്ലാതെ ബാക്കിയെല്ലാം നഷ്ടപ്പെട്ട് അവരുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളും ഉണ്ടായിരുന്ന പൈസ, സ്വർണം, അങ്ങനെയെല്ലാം നഷ്ടപ്പെട്ട് വീടും എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ അഭയാർത്ഥി ക്യാമ്പിലൊക്കെ വസിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും കാണാതായവരുണ്ട്. ഇവരൊക്കെ ഓർത്ത് നമുക്ക് വളരെ വിഷമമുണ്ടല്ലേ. ഇവർക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പറ്റുന്നതൊക്കെ സഹായം ചെയ്യാം. അല്ലാതെ നമ്മൾ എന്താ ചെയ്യുന്നത്? നന്നായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനേ നമുക്കിപ്പോൾ പറ്റുള്ളൂ. അപ്പോൾ ഒത്തിരിയും ആൾക്കാരൊക്കെ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇപ്പം ഞാൻ പറയുന്നത്, നമ്മളെ പറ്റുന്ന സഹായം നമ്മൾ ചെയ്യുക. പക്ഷേ നമ്മൾ ചെയ്യുന്നത് അവർക്ക് പ്രയോജനകരമായ രീതിയിൽ എത്തുന്നുണ്ടെന്നുള്ള വഴികളിൽ കൂടെ വേണം നമ്മൾ ചെയ്യാൻ. അതായത് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് എത്രമാത്രം ദുരിതം അനുഭവിക്കുന്നതിലേക്ക് എത്തുമെന്ന് നമുക്കറിയത്തില്ല. ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അതായത് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ചെല്ലുന്ന പൈസയൊക്കെ പല വിധത്തിൽ, അതായത് കോവിഡിൻ്റെ സമയത്താണേലും ഒത്തിരി ദുരിതാശ്വാസത്തിലേക്ക് ഒത്തിരി പൈസയൊക്കെ ഇല്ലാത്തവർ പോലും കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. അതെല്ലാം അവർ വഴിവിട്ട് ചിലവാക്കുകയും പല രീതിയിൽ ചിലവാക്കുകയും അതിൻ്റെ കണക്കൊന്നും അവരുടെ കയ്യിലില്ല, അവർ കണക്ക് കാണിക്കുന്നുമില്ല. അപ്പം നമുക്ക് പൂർണ്ണമായിട്ടും അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ എങ്ങനെയാണ്, നമുക്കറിയാവുന്ന ആൾക്കാർ വഴിയോ അല്ലേ വയനാട് ആ ഏരിയയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വഴിയോ ഒക്കെ നമുക്ക് പറ്റുന്ന സഹായം എത്തിക്കാൻ ശ്രമിക്കുക. അതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് സന്നദ്ധ സംഘടനകളും ആൾക്കാരും എല്ലാം അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ അതുപോലെ തന്നെ അവിടെ അപകടത്തിൽപ്പെട്ട ഈ മരിച്ചു പോയി അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയല്ല നമ്മൾ എന്നാ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരുടെ അവർക്കിതെല്ലാം ഒന്ന് തരണം ചെയ്ത് പോകാനുള്ള ഒരു ശക്തി കിട്ടണേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള വഴികളാണ്. അതായത് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഒക്കെ ഉള്ള സപ്പോർട്ട് അവർക്ക് ആവശ്യമുണ്ട്. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളുണ്ടാകുമെന്ന് കരുതുന്നു. അതിന് വേണ്ടിയിട്ടൊക്കെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ വളരെയധികം അതിന് അകമഴിഞ്ഞ് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഇത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഒരു ദുരന്തമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും അവിടെ ഒത്തുകൂടി അവർക്ക് വേണ്ടിയിട്ട് പരമാവധി സഹായം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. കോവിഡിൻ്റെ സമയത്തും, അതായത് കോവിഡിൻ്റെ സമയത്തല്ല, പിന്നെ പ്രളയം ഉണ്ടായ സമയത്തും ഒക്കെ നമ്മൾ കണ്ടാണ് എല്ലാവരും അതിന് വേണ്ടിയിട്ടുള്ള അകമഴിഞ്ഞ ഒരു പ്രവർത്തനം, ഒരു സഹായഹസ്തം നീട്ടുന്ന ഒരു സ്വഭാവമുണ്ട് നമ്മുടെ ആൾക്കാർക്ക്. അപ്പോൾ ഇവിടെയും നടക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലാണേലും ഇപ്പോൾ ഈ പ്രകൃതിയൊക്കെ ഇങ്ങനെ വല്ലാതെ നിൽക്കുന്ന സമയത്ത് ആൾക്കാരൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഉരുൾപൊട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള ഏരിയയിൽ അതിനുള്ള സാധ്യതകൾ, എന്തെങ്കിലും സംശയമൊക്കെ തോന്നി അവിടെ നിന്ന് മാറി താമസിക്കാൻ ശ്രമിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് പിന്നെ 100% നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കെല്ലാം ഇട്ടെറിഞ്ഞ് ഓടിപ്പോകാനൊന്നും പറ്റത്തില്ല എല്ലാവർക്കും ഒന്നും. അപ്പം നമ്മളെ പറ്റുന്ന പോലെ പരമാവധി ശ്രദ്ധിക്കുക, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ UK നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ കുറച്ച് വീഡിയോയിൽ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. UK ക്രൈം ഒത്തിരി വർദ്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പം ഇവിടെ ലണ്ടനിൽ വീണ്ടും ഒരു ക്രൈം ഉണ്ടായിരിക്കുകയാണ്. അത് വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. അതായത് ഒരു ഡാൻസ് ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു 17 വയസ്സുള്ള ഒരു യുവാവാണ് കത്തിയുമായിട്ട് ചെന്നിട്ട് അതിൽ ആക്രമിച്ച് അതിലെ 3 പെൺകുഞ്ഞുങ്ങൾ മരണപ്പെട്ടു. ഇപ്പോഴും ക്രിട്ടിക്കലായിട്ട് 6 പേര് ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്.
ഇതൊക്കെ വളരെ ദാരുണമായൊരു സംഭവമാണ്. അപ്പോൾ അതിനെതിരെ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കരമായിട്ട് പ്രതികരിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ഒരു ലണ്ടനിൽ റയട്ട് ഉണ്ടായി, ലഹളയുണ്ടായി. അതിൽ പോലീസുകാർക്കും ഒത്തിരി പേർക്ക് പരിക്ക് പറ്റി. 10-50 പോലീസുകാർക്ക് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ കുറേ പേരെ അതുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെയൊക്കെ ഇവിടുത്തെ ആൾക്കാർ, അതായത് അവർക്കൊരു ഇമ്പ്രഷൻ വന്നു ഇത് ഇമിഗ്രൻസ് ആണ് ഇതിൻ്റെ പുറകിലെന്നുള്ളത്. ഇമിഗ്രൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും മുസ്ലിം ആണെന്നുള്ളതാണ് അവരുടെ ഒരു കണക്ക് കൂട്ടൽ. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് ഇവിടുന്ന് ശരിക്കും ഇത് 17 വയസ്സുള്ള ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്തു നൈഫുമായിട്ടെന്നുള്ള അല്ലാതെ കൂടുതൽ വിവരങ്ങൾ അവർ പുറത്തേക്ക് വിട്ടിട്ടില്ല. അതിങ്ങനത്തെ പുറത്തേക്ക് ഇപ്പോൾ ഈ സമയത്ത് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൂടുതൽ അക്രമം ഉണ്ടായെങ്കിലോ എന്നോർത്തായിരിക്കും. അതിനൊക്കെയുള്ള വിവരങ്ങളൊന്നും കൃത്യമായിട്ട് വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതിനെതിരെ ഇവിടെ ഭയങ്കരമായപ്പോൾ ഇപ്പോഴും പോലീസ് അതിനെതിരെ ജാഗരൂകമായിട്ടായിരിക്കുന്നത്. ഇനിയും ലഹളകൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ അവർ അതിനൊരു പ്രതിരോധ നടപടി എന്ന രീതിയിലൊരു പ്രിവെൻഷൻ നടപടി എന്ന രീതിയിൽ അതിനുള്ള മുൻകരുതലൊക്കെ അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്രൈമൊക്കെ ഇവിടെ കൂടിക്കൊണ്ട് വരികയാണ്. പക്ഷേ അതിനകത്ത് ഒത്തിരിയും ശരിക്കും ഇവിടുത്തെ ഇംഗ്ലീഷുകാർ ശരിക്കും ഇപ്പം നമ്മളാരും അതിനകത്ത് പങ്കുകൊള്ളുന്നില്ല. പക്ഷേ ഇമിഗ്രൻസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടല്ലേ. അപ്പം നമുക്കൊക്കെ എതിരായിട്ട് ഇതൊക്കെ വരുവാനുള്ള ഒരു ചാൻസാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഇമിഗ്രേഷനെ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ നമ്മുടെ ആൾക്കാരെങ്കിലും വളരെ കർശനമായിട്ട് ശ്രദ്ധിക്കണം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള ഈ അക്രമം, അതായത് ചില ഏരിയയൊക്കെ ഉണ്ട് ഇങ്ങനെ അക്രമ സംഭവങ്ങൾ നടക്കാൻ ചാൻസ് കൂടുതലുണ്ടെന്നുള്ള. അതുപോലെ ഗാങ് ആയിട്ട് നടക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ഉണ്ട്. അവരൊക്കെ ചിലപ്പോൾ ഇമിഗ്രൻസിനെതിരെ, അതായത് ചെറുപ്പക്കാർക്കൊക്കെ കുറേ പേരൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഒരു ഇമിഗ്രൻസിനോടൊരു എതിർപ്പുള്ളവരുണ്ട്. അപ്പോൾ അവരൊക്കെ കൂട്ടം കൂടി നിൽക്കുന്നിടത്തോടൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറിയൊരു സംശയം തോന്നി കഴിഞ്ഞാൽ ആ ഏരിയ ഒക്കെ ഒഴിവാക്കി നമ്മൾ നടക്കുകയോ അല്ലെ നമ്മൾ ഒറ്റയ്ക്ക് നടക്കാതെ പിന്നെ കുറച്ച് പേരൊക്കെ കൂടി നടക്കുകയൊക്കെ ചെയ്യുക ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ. ഇപ്പോൾ ഇവിടെ കുറച്ച് ദിവസം മുന്നല്ലേ ലീഡ്സിൽ ലഹള ഉണ്ടായി, മാഞ്ചസ്റ്ററിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അങ്ങനെയൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഓരോരോ ലഹളകളും കാര്യങ്ങളും കൂടുതൽ അക്രമ സംഭവങ്ങളും നടക്കുന്നുണ്ട്. അപ്പം അതിനെതിരെ ഇവിടുത്തെ ആൾക്കാർ പ്രതികരിക്കാനും തുടങ്ങി. അങ്ങനെയൊന്നും ഇവരൊന്നും കൂടുതലായിട്ട് പ്രത്യക്ഷത്തിലുള്ള പ്രതികരണമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ അതും തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒഴിവായി നിൽക്കാൻ നോക്കുക. അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളെയൊക്കെ ദോഷകരമായി ഇതൊക്കെ ബാധിക്കുമെന്നുള്ളതാണ് ഇപ്പം തോന്നുന്നത്. അപ്പം അതൊക്കെ അങ്ങനത്തെയുള്ള നടപടികളിലോ കാര്യങ്ങളിലോട്ടൊന്നും പോകാതെ എല്ലാവരും ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള അവസരങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ UK സമ്മർ അവധിയാണല്ലോ, സമ്മർ വെക്കേഷൻ ആ സമയം. അപ്പോൾ ഒത്തിരി ആൾക്കാർ പല കാര്യങ്ങൾക്കും വെളിയിലിറങ്ങുന്ന സമയമാണ്. ഒത്തിരി അവർ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ എല്ലായിടത്തൂടെയും നടക്കുകയും കൂടുകയും ചെയ്യുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും അപ്പോൾ ഇങ്ങനെ ഒരു കെയർഫുള്ളായിട്ട് ഇരിക്കുക. അപ്പം ചിലപ്പം നമ്മുടെ ആൾക്കാർക്ക് ഇപ്പം നമ്മൾ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ അതൊന്നും അവർക്കറിയത്തില്ല. എല്ലാവരെയും കണ്ട ഏകദേശം ഓരോ രീതിയിൽ തോന്നും. എല്ലാവരും ഇമിഗ്രൻസും ആണല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം പുറത്തൊക്കെ ഇറക്കുമ്പോൾ നടക്കാൻ. ഇത് കുട്ടികളോടാണേലും എല്ലാം പറഞ്ഞു വിടണം. ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ഗാങ്ങോ അല്ല അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പെട്ടുപോകാതെ നോക്കണമെന്നുള്ളത് നമ്മൾ പറയണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പം ഓരോ ദിവസം ചെല്ലും തോറും ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അല്ലേ. ഇതൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് ഇനിയും നമ്മുടെ നാട്ടിൽ നിന്നല്ല വെളിയിൽ നിന്നല്ല ഇമിഗ്രൻറ്റിനെ കംപ്ലീറ്റ് വേണ്ടാന്ന് വെക്കണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആവശ്യം ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഈ റീഫോം പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. അത് തന്നെ ഇമിഗ്രേഷന് ഭയങ്കരമായിട്ട് എതിർ നിൽക്കുന്നതാണ്. സോ അവർക്ക് കൂടെ ആഹ്വാനം ചെയ്തിട്ടാണ് ഈ ലണ്ടനിലെ ലഹള ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇമിഗ്രൻസിനെതിരെ ആയിട്ടുള്ള അവർ സമരം ചെയ്തത്.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ എന്നാ നമ്മുടെ കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ. അപ്പോൾ എന്തൊരു കഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ നാട്ടിലാണെങ്കിൽ പ്രകൃതി ദുരന്തം കൊണ്ട് ആൾക്കാർ വിഷമിക്കുന്നു. ഇവിടെ അങ്ങനെ ഇങ്ങനെയുള്ള ഓരോ എല്ലാം വളരെ മോശമായ വാർത്തകളാണ് കൂടുതലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് കാരണം അതൊക്കെ നമുക്ക് വളരെയധികം വിഷമം വരുത്തുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് അല്ലാതെ എന്താ ചെയ്യാൻ പറ്റുന്നത്? നമ്മളെ പറ്റുന്ന പോലെ അവരെ സഹായിക്കുക. ദുരന്തം ഉണ്ടായിരിക്കുന്ന ഇപ്പം നമ്മുടെ അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇപ്പം നാട്ടിലാണേലും എന്തെങ്കിലും ദുരന്തത്തിലൊക്കെ പെട്ട് കിടക്കുന്നവരുണ്ടെങ്കിൽ അവരെ നമുക്ക് പരമാവധി സഹായിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ അടുത്ത് തന്നെയായിരിക്കും ചിലപ്പം ഈ വെള്ളപ്പൊക്കത്തിൻ്റെയും, അതായത് ഈ ആറിൻ്റെ നദികളുടെ തീരങ്ങളിലൊക്കെ വസിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ചെറിയ കുടിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വസിക്കുന്നവർക്കൊക്കെ ഈ വെള്ളപ്പൊക്കവും മഴക്കാലം വരുമ്പോൾ ഭയങ്കര ദുരിതമൊക്കെ അനുഭവിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ നമ്മളെ പറ്റുന്ന പോലുള്ള സഹായം ചെയ്തു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാവരും ഇപ്പം നമ്മൾ സേഫായിട്ടിരിക്കുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ സേഫ്റ്റിക്കും കൂടെ നമ്മളൊരു കരുതൽ കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ളൊരു നല്ലൊരു മനോഭാവത്തിലേക്ക് ആൾക്കാർ വരിക. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പറ്റുന്നത്രയും നമുക്ക് അറിയാവുന്ന ആൾക്കാരെ സഹായിക്കുക, നമ്മുടെ അടുത്തുള്ളവരെ സഹായിക്കുക. പിന്നെ നമുക്ക് എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ ഈ ദുരിതാശ്വാസത്തിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് സംഭാവന ചെയ്യാനൊക്കെ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ നമുക്ക് വിശ്വാസമുള്ള ആൾക്കാർ വഴി വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസയൊക്കെ വേറെ വഴിക്ക് പോകും. അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ. പൈസ കിട്ടുമ്പോൾ അതിനകത്തുനിന്ന് ഒരു പങ്ക് അവർ എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ എല്ലാ കൂട്ടത്തിലും ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ. അപ്പം നമ്മളെ കഴിയുന്നത് പോലെ നമ്മൾ സഹായിക്കുക. അല്ല, ഇനി ഏതെങ്കിലും നല്ല സന്നദ്ധ സംഘടനകൾ നമുക്ക് വിശ്വാസമുള്ളവരുണ്ടെങ്കിൽ അവർ വഴിയായിട്ട് കൂടുതലും പൈസയായിട്ട് കൊടുക്കാതെ സാധനങ്ങളൊക്കെ മേടിച്ചും ഒക്കെ കൊടുക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പം കൂടുതലായിട്ട് അവർക്ക് പൈസയായിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് മാറ്റാനൊക്കെ പറ്റുമല്ലോ ആൾക്കാർക്ക്. അപ്പോൾ സാധനങ്ങളാണെങ്കിൽ എങ്ങനെയല്ല സാധനങ്ങൾ എത്തേണ്ടയിടത്ത് എത്തിക്കാൻ അവർ ശ്രമിക്കും. അത് സന്നദ്ധ സംഘടന വഴിയൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇച്ചിരൂടെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഓരോ സംഘടനകൾ, ഓരോ കൂട്ടായ്മകൾ ഒക്കെ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വഴിയായിട്ട് നമ്മുടെ അടുത്തടുത്ത ഏരിയയിലൊക്കെ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ വഴിയായിട്ടൊക്കെ സഹായിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ദുരന്തങ്ങൾ ഓർത്ത് ഒത്തിരി വിഷമമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഫിസിക്കലായിട്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇത് വയനാടെന്ന് പറയുന്നത് നമ്മുടെ ഏരിയ അല്ല നാട്ടിൽ. അപ്പോൾ നമുക്കറിയുന്നവരാരും അവിടെയൊന്നും ഇല്ല. പിന്നെ നമുക്ക് ഇങ്ങനെ ആരെങ്കിലും പൈസയൊക്കെ കൊടുത്ത് സഹായിക്കുന്ന സംഘടനകളൊക്കെ ഉണ്ടെങ്കിൽ അവർ വഴി നമുക്ക് വല്ലതും ചെയ്യാനേ, നമുക്ക് ദൂരമുള്ളവർക്കൊക്കെ അതല്ലേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും അപ്പോൾ ഇങ്ങനെയുള്ള ഈ ദുരിതപ്പെട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്, വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായൊരു നമുക്കൊക്കെ സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകും അല്ലേ, ഇത് വീഡിയോയൊക്കെ കാണുമ്പോഴത്തേനും. അപ്പോൾ ഇത് അനുഭവിക്കുന്ന ആൾക്കാരുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള പ്രളയങ്ങൾ കഠിനമായ മഴ ഇതൊക്കെ ഒന്ന് കിട്ടിയാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥനയേ ഉള്ളൂ. അതായത് എല്ലാം വേണം. പക്ഷേ ഇതിപ്പം വെയിലാണെങ്കിൽ ഭയങ്കര വെയിൽ, മഴയാണെങ്കിൽ ഭയങ്കര മഴ, അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പോൾ കാലാവസ്ഥ നിയന്ത്രിക്കാനൊന്നും പറ്റത്തില്ല. ഇതൊക്കെ പ്രകൃതിയുടെ ഓരോ വികൃതി എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ വിചാരിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.